വിവാഹ കൂദാശയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ തന്നെ പ്രാധാന്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് പ്രത്യേകിച്ചും ഇന്ന് നാം ധ്യാനിച്ചിട്ടുള്ളതായ സുവിശേഷ ഭാഗത്ത് നമ്മുടെ കർത്താവ് യേശു മശിഹ എത്രമാത്രം ഗൗരവപൂർണമായിട്ടാണ് വിവാഹത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് എന്ന് ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. തന്നെ സമീപിക്കുന്ന ആളുകൾ വിവാഹത്തെക്കുറിച്ചും വിവാഹ ബന്ധം വേർപെടുന്നതിനെക്കുറിച്ചുമൊക്കെ ആരായുമ്പോൾ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് ഉൽപ്പത്തി പുസ്തകം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യേശുതമ്പുരാൻ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ആണും പെണ്ണുമായി ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, അവരെ കുടുംബമായി വാഴുവാനായി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചുവെന്ന് ദൈവപുത്രൻ തന്നെ നമ്മോട് സാക്ഷിച്ചിട്ടുള്ള സംഗതിയാണ്. ആകയാൽ ആ കൃപാവരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ പരസ്പര ബഹുമാനത്തോടും പരസ്പര വിശ്വാസത്തോടും പരസ്പര സ്നേഹത്തോടും കൂടി ജീവിക്കാൻ ഇടയാവണം. നമ്മൾ ഓരോ വിവാഹത്തിനും ഒരുങ്ങുമ്പോൾ ഒരുപാട് ഒരുക്കങ്ങൾ അതിൻ്റെ പിന്നിൽ നടത്താറുണ്ട്. എന്നാൽ ആരാധനാ ജീവിതം നമ്മളോട്, പ്രത്യേകിച്ചും വിവാഹ കൂദാശ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ഒരുക്കമുണ്ട്. പരിപാകതയാൽ ഇവരെ അലങ്കരിക്കണം. മെച്യൂരിറ്റി എന്നാണ് ആ വാക്ക്. വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കണം. ഹ്യൂമിലിറ്റി. സ്വർണ്ണാഭരണങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ്റെ മുദ്ര കൊണ്ട് ഇവരെ അലങ്കരിക്കണം. പ്യൂരിറ്റി. മറ്റെല്ലാ അലങ്കാരങ്ങളെക്കാട്ടും പ്രധാനമാണ് ജീവിതത്തിൽ മെച്യൂരിറ്റി, ഹ്യൂമിലിറ്റി ആൻഡ് പ്യൂരിറ്റി. അത് പരസ്പരം സൂക്ഷിക്കാനായി എപ്പോഴും ഇടയാവണം. അതിന് ദൈവകൃപ നിങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം ഈ ദേവാലയവുമായുള്ള അതിൻ്റെ അഭേദ്യമായ ബന്ധത്തിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് ബലഹീനനായ എനിക്കും. അതുപോലെ തന്നെ ഈ ദീർഘമായൊരു വൈദിക സംഘത്തിൻ്റെയും സാന്നിധ്യമെന്ന് നമ്മൾക്കറിയാം. ആ ഒരു തുടർച്ച, ആ ഒരു നല്ല പാരമ്പര്യം സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളണം. ദൈവം അനുഗ്രഹിക്കുന്നു.